മഹാന്മാർക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാൻ സാധ്യമല്ല. വഇൻദഹു മഫാതിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹ്രി വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർളി വലാ റത്ബ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളുടെ താക്കോൽ അല്ലാഹുവിന്റെ കയ്യിലാ. ഗൈബിന്റെ താക്കോൽ അല്ലാഹുവിന്റെ കയ്യിലാണ്, അവന്റെ സവിധത്തിലാണ്. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ ഔ കദ്ദബ ബിആയാതിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരോടാണ് പറയുന്നത്. ഈ നാടിന്റെ സിരാകേന്ദ്രങ്ങൾ നയിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരോടുള്ള വചനമാ. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ ഔ കദ്ദബ ബിആയാതിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവരാരാ? പടച്ചവന്റെ പേരിൽ കളവ് പറയുന്നവരാരാ? പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഒരു പക്ഷെ സത്യം തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തടങ്ങളിൽ ഉണ്ടാകുന്ന ആദർശം ഈ നാടിനോട് തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയേക്കാം, മഹല്ലിൽ നിന്ന് ബഹിഷ്കരിച്ചേക്കാം. പക്ഷേ നാളെ അല്ലാഹുവിന്റെ കോടതിയിലോ അവന്റെ കോട്ട് കൂടുന്ന സമയം ഉസ്താദേ നിങ്ങളാണ് ഏറ്റവും വലിയ ആള്, നിങ്ങളാണ് ഏറ്റവും വലിയ സ്ഥാനമാനി. അതുകൊണ്ട് പാവപ്പെട്ട പാമര ജനങ്ങൾക്ക് യഥാർത്ഥ ആദർശം പറഞ്ഞു കൊടുക്കണേ. നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ വാചാലതകളും നിങ്ങളുടെ കഴിവുകളും നരകത്തിന്റെ പാതാളത്തിലേക്ക് നടന്നു പോകുന്ന പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സ് മാറ്റാൻ ഉപയോഗിക്കണേ. അല്ലാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞവനല്ലാതെ ആരാണ് ഏറ്റവും വലിയ അക്രമി എന്ന് പടച്ചവൻ ഖുർആനിലൂടെ ചോദിക്കുന്നു. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. ഒരു ഉപദ്രവവും ഉപകാരവും ചെയ്യാത്ത, ഒന്നും കഴിയാത്ത മഹത്തുക്കളോട്, ഒന്നിനും കഴിയാത്ത ബിംബങ്ങളോട് പ്രാർത്ഥിക്കുന്നവര് ന്യായം പറയുന്ന ന്യായമെന്താ? വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ സവിധത്തില് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണിവര്, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണിവര്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സകല മുസ്ലിമിനോടും എനിക്ക് പറയാനുള്ളത്, അങ്ങനെയൊരു ശുപാർശ ചെയ്യാൻ മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ അവന്റെ കോട്ടിൽ ശുപാർശ ചെയ്യാൻ ആർക്കും തന്നെ സാധ്യമല്ല. ആ പടച്ചവന്റെ കോടതിയിൽ റെക്കമെന്റ് ചെയ്യാൻ ആർക്കും തന്നെ സാധ്യമല്ല. മഹത്തുക്കൾ മറഞ്ഞ കാര്യമറിയില്ല, അദൃശ്യകാര്യമറിയില്ല. മഹത്തുക്കൾക്കതറിയാനുള്ള, മഹാത്മാക്കൾക്ക്, ഔലിയാക്കന്മാർക്ക്, പ്രവാചകന്മാർക്ക് അതറിയാനുള്ള കഴിവ് പടച്ചവൻ കൊടുത്തിട്ടില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചില്ലറക്കാരനാണോ, ചെറിയ മനുഷ്യനാണോ? ലോകത്തിൽ ഖലീൽ എന്ന് പദവി നൽകപ്പെട്ട ഒരേ ഒരു മനുഷ്യനല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് സന്തോഷ വാർത്തയുമായി, മക്കളെ കുറിച്ചുള്ള സന്തോഷ വാർത്തയുമായി രണ്ട് മലക്കുകൾ കടന്നു വന്നപ്പോ അത് മലക്കുകളാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിട്ടില്ല, അദ്ദേഹത്തിന് പടച്ചവൻ നൽകിയിട്ടില്ല. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനില്ലാത്ത കഴിവാണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഹീദ്ദീൻ ശൈഖിന് നാം കൽപ്പിച്ചു കൊടുക്കുന്നത്, മമ്പറത്ത് തങ്ങൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്നത്, ഉള്ളാളത്ത് തങ്ങൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്നത്, ബദരീങ്ങൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്നത്, ഉഹദീങ്ങൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്നത്? ഇല്ല, ഇല്ല, സാധ്യമല്ല. അത് അബദ്ധജടിലമായ വിശ്വാസമാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, തൗഹീദിന്റെ വക്താവായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യാക്കൂബിന്റെ 11 പൊൻതാരകങ്ങളില് സൂര്യ തേജസ്വിയായ ഒരു പുത്രനുണ്ടായിരുന്നു, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യാക്കൂബിന്റെ ഹൃദയം കവർന്ന മകനാണ്, സുന്ദരനായ മകനാണ്, ചരിത്ര
ചരിത്രത്തിന്റെ താളുകളിൽ സൗന്ദര്യത്തിന്റെ പ്രതീകമായി പരാമർശിക്കപ്പെടുന്ന രൂപമാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യൂസുഫിന്റെ കളികള്, യൂസുഫിന്റെ കൊഞ്ചലുകള്, യൂസുഫിന്റെ തുള്ളിച്ചാട്ടങ്ങള് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിന്റെ ഗാധതലങ്ങളില് വല്ലാതെ സ്വാധീനിക്കുകയുണ്ടായി. മതിമറന്ന് സ്നേഹിച്ചു യാക്കൂബ് നബി യൂസുഫ് നബിയെ. വല്ലാത്ത സ്നേഹമായിരുന്നു ആ പിതാവിന് ആ മകനോട്. ഒരു ദിവസം യാക്കൂബിന്റെ 10 മക്കളും കൂടി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുപോയി കൊട്ടക്കിണറ്റിലിട്ടു. കൊട്ടക്കിണറ്റിലിട്ടുകൊണ്ട് തിരിച്ചു വന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാ, ബാപ്പാ നിങ്ങളുടെ മകനെ ചെന്നായ പിടിച്ചു. ഒരാടിനെ അറുത്തുകൊണ്ട് യൂസുഫിന്റെ വസ്ത്രത്തിൽ രക്തം പുരട്ടിക്കൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുകൊടുത്തു പറഞ്ഞു, ബാപ്പാ നിങ്ങളുടെ മകനെ ചെന്നായ പിടിച്ചു. ബാപ്പാ തിരിച്ചറിയാൻ യാക്കൂബ് നബിക്ക് സാധിച്ചോ തന്റെ മകൻ കൊട്ടക്കിണറ്റിന്റെ അഗാധതലങ്ങളിൽ കിടക്കുന്നുണ്ടെന്നുള്ള സത്യം തിരിച്ചറിയാൻ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാധിച്ചില്ല. അദൃശ്യകാര്യങ്ങൾ അറിയാൻ മഹാന്മാർക്ക് സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു കഴിവ് പടച്ച തമ്പുരാൻ അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോഴാണ് ഈജിപ്തിലെ ഒരു സഞ്ചാരക്കൂട്ടമതിലേ വന്നത്, കച്ചവട സംഘമതിലേ വന്നു. സുന്ദരനായ യൂസുഫിനെ കൊട്ടക്കിണറ്റിൽ കണ്ടപ്പോ അവർ മുകളിലേക്ക് വലിച്ചുയർത്തി. ഈജിപ്തിലെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി, ഈജിപ്തിലെ മനുഷ്യച്ചങ്ങയിൽ കൊണ്ടുപോയി കൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കച്ചവടം ചെയ്യുകയാ. വശറൗഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദ വകാനൂ ഫീഹി മിനസ്സാഹിദീൻ. യാക്കൂബിന്റെ പൊന്നോമന പുത്രനായ, യാക്കൂബിന്റെ കരളിന്റെ കൃഷ്ണമായ, യാക്കൂബിന്റെ ഹൃദയത്തിന്റെ താളമായ യൂസുഫ്